ഹലോ ഗായ്സ്, ഇതൊരു അടിപൊളി മോഡലാണ് കേട്ടോ. ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പുട്ടി, ക്ലേ, സിമെൻറ്റ് ഇതുപോലത്തെ ഒരു ഐറ്റംസും നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നില്ല. വെറും പേപ്പേഴ്സും കാർഡ്ബോർഡ് പീസസും പിന്നെ ഒരു ഫെയർലൈറ്റ് മാത്രമേ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ അതെങ്ങനെ നമുക്കൊന്ന് കണ്ടാലോ. മിനിമം 3 to 4 hours വെള്ളത്തിൽ പേപ്പർ ഇതുപോലെ ഒന്ന് സോക്ക് ചെയ്തെടുക്കുക കേട്ടോ. മിക്സി യൂസ് ചെയ്ത് ഇതുപോലെ ഒന്നുകൂടെ സ്മൂത്താക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അല്പം വെള്ളം റിമൂവ് ചെയ്തിട്ട് ഇതുപോലെ ഗ്ലൂ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്യുക. ഇനി ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് അതിൽ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടോ. ഇനി അത് മൂന്നായി ഒന്ന് ഡീറ്റെയിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ വീട്ടിലുള്ള ഏതെങ്കിലും ടൂൾസോ സ്പൂൺസോ അല്ലെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കട്ടോ. ഡീറ്റെയിൽ ചെയ്തെടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഡ്രൈ ആയതിനു ശേഷം ഇതുപോലെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കുറച്ച് ക്രാക്സ് ഒക്കെ വന്നിരുന്നു. അതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഒന്ന് കളർ ചെയ്ത് നോക്കി, പക്ഷേ വലിയ മാറ്റമൊന്നുമില്ല. അപ്പോൾ നമുക്കിതുപോലെ ഗ്ലൂവിൽ കുറച്ച് വാട്ടർ അപ്ലൈ ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതുപോലെ ടിഷ്യൂ പേപ്പറിൻ്റെ ഒരൊറ്റ ലെയർ മാത്രം എടുത്തിട്ട് ഇതുപോലെ അതിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുത്തിട്ട് ലൈറ്റായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഏകദേശം ആവശ്യമില്ലാത്ത ക്രാക്സും ഹോൾസൊക്കെ നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഒന്നുകൂടെ ഭംഗിക്ക് വേണ്ടി സിൽവർ കളർ മാത്രമായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ആദ്യം കൊടുത്ത കളറിൻ്റെ നല്ല വൃത്തിക്ക് കാണുന്നത് കൊണ്ട് ഞാൻ അവിടെ എക്സ്ട്രാ കളേഴ്സൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇനി ഇതിൻ്റെ കവർ പോർഷന് വേണ്ടിയിട്ട് സെയിം ലെവൽ വെച്ചിട്ട് റൗണ്ട് ഷേപ്പിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. 1 ഇഞ്ച് എന്ന അളവിൽ ഇതുപോലത്തെ കുറച്ച് പീസസ് കട്ട് ചെയ്തെടുത്തേക്കണ് ഇതേപോലെ ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കട്ടോ. ഇനി ഇത് റൗണ്ട് ഷേപ്പിൽ കോമ്പൗണ്ട് പോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. ഇതുപോലെ വേണമെങ്കിൽ ഒന്ന് കവർ ചെയ്ത് കൊടുക്കട്ടോ. ഇനി നമുക്ക് ഗോൾഡൻ സിൽവർ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഡയറി മിൽക്കിൻ്റെയും മെലഡിയുടെയും കവറാണ് ഞാൻ അവിടെ യൂസ് ചെയ്യുന്നത്. ഇനി കുറച്ച് എക്സ്ട്രാ മുകളിലോട്ട് നിൽക്കുന്ന മാതിരി ഒട്ടിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഈ സ്റ്റെപ്പ് എന്തിനാണെന്ന് വഴിയെ മനസ്സിലായിക്കോളും. ഇനി ഗോൾഡൻ ഷീറ്റോടെ ഇതുപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കട്ടോ. ഈ ഗോൾഡൻ സിൽവർ ഷീറ്റ്സിൻ്റെ യൂസേജ് വന്നിട്ട് ഫെയർ ലൈറ്റിനെ ഒന്നുകൂടി ബ്രൈറ്റ് ആയിട്ട് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഫെയർ ലൈറ്റിനെ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. ഇനി ഇതിൻ്റെ ആ സ്വിച്ച് പോർഷൻ ഒന്ന് പുറത്തെടുത്തതിന് ശേഷം ആ കവർ പോർഷൻ ഇതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ സ്വിച്ച് പോർഷൻ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കോർണറോടെ ഒന്ന് ഇതുപോലെ ഒട്ടിച്ചെടുക്കുക കേട്ടോ. ഇനി ഇതുപോലെ വൈറ്റ് പേപ്പർ കൊണ്ട് കവർ ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളറൊന്ന് ഇതുപോലെ അടിച്ചു കൊടുക്കുക കേട്ടോ. എങ്ങാനോ സെൻറ്റർ പോർഷനിൽ ബ്ലാക്ക് അങ്ങനെ തെറിച്ച് പോയാലോ വെച്ചിട്ടാണ് ഇതുപോലെ കാർഡ്ബോർഡ് വെച്ച് മറച്ച് വെക്കുന്നത്. ഇനി സ്റ്റാറിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വൈറ്റ് കളറിൽ ബ്രഷ് ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് സ്പ്ലാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി വേണമെങ്കിൽ ഇതുപോലെ ഒന്നുകൂടെ ഡീറ്റെയിൽ ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ ഇതിനി ഡാർക്ക് റൂമിൽ വെച്ചിട്ട് ലൈറ്റ് ഒന്ന് ഓണാക്കിയപ്പോൾ ഭയങ്കര അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. നേരിട്ട് കാണാൻ ഇതിലേറെ ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ ആണ് കൂടുതൽ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ സൈനിങ് ഓഫ് യാസ് ക്രിയേഷൻസ്.